ശ്രീകണ്ഠാപുരം മെയിൻ റോഡിലാട്ടോ, തളിപ്പറമ്പ ശ്രീകണ്ഠാപുരം റോഡ്. വണ്ടികൾ ആറ് നമ്മളെ കണ്ട് തിരിച്ചു പോയി കേട്ടോ. ഇടിച്ച് കാട്ടിലേക്ക് കയറ്റുവാണോ? മാനസികമായിട്ട് തകർന്നു പോയത്. ഇതൊന്നും കാണാൻ എനിക്ക് പോകൂല. പൊതിച്ചോറ് വാങ്ങിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചോറ് തീറ്റിക്കല്ലോ. ഹായ്, എല്ലാ മഞ്ജുമാർക്കും മഞ്ജുത്തിമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പുതിയൊരു സംരംഭം, പുതിയൊരു ചലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ചലഞ്ച് എന്താണെന്ന് നമുക്ക് പറയാം, അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക്. അപ്പം ചലഞ്ചിൽ നമ്മൾ പൊതിച്ചോറായിട്ട് നല്ല വാഴ വാട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നല്ല കുത്തിച്ചോറ് നല്ല കുത്തിച്ചോറ് ഓക്കെ. മതിയോ ഇതിന് മതിയോ? അത് ചോറ് മതി. ഇനി പയറ് തോരൻ, നല്ല പയർ തോരൻ. എടുക്കുമ്പോഴും കുറച്ച് വലിയത് എടുക്കുവാണ്. നാരങ്ങ അച്ചാറ്. അടുത്തത് അയല വറുത്തത് കേട്ടോ, അയല വറുത്തത്. അപ്പം ഓരോ ദിവസം നമ്മൾ വേറെ വേറെ മീൻ വെക്കാനാണ് തീരുമാനം. ഇന്ന് അയല വറുത്തത് കേട്ടോ. ഞങ്ങൾ കവറിലിട്ട് കൊടുക്കുന്നു, പാക്കറ്റിലാക്കിയിട്ട്. സാമ്പാർ, ഒന്നാം തരം സാമ്പാർ. അപ്പോൾ ഇന്ന് പൊതിച്ചോറ് ചലഞ്ച് കേട്ടോ, പൊതിച്ചോറ് ചലഞ്ച് ആയിട്ട് നമുക്ക് നോക്കാം ആരൊക്കെ വാങ്ങും, എന്താണ് ആൾക്കാരുടെ പ്രതികരണം, അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതാണ് ഒരു പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു പൊതിച്ചോറിൽ അച്ചാറുണ്ട്, തോരനുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, അതുപോലെ തന്നെ മീൻ വറുത്തതുണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. ഇത് കുർമാത്തൂരിനടുത്ത സ്ഥലം. അപ്പം നമ്മുടെ കയ്യിൽ പൊതിച്ചോറുണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാലോ. അത് മൊത്തം കേൾക്കൂലേ? ബൈക്കാരന്മാർക്ക് മേടിച്ച് നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അവരോട് ചോദിച്ചു, പക്ഷെ പുള്ളിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം അടുത്ത ആരൊക്കെയാണ്. ഇങ്ങോട്ട് ഒരു ലോറിക്കാരൻ വരുന്നുണ്ട്, നമുക്ക് ചോദിച്ചോളാം. ലോറിക്കാരൻ വരുന്നുണ്ട്, നമുക്ക് ചോദിച്ചോളാം പുള്ളിക്ക് വേണം. ഓട്ടോക്കാരൻ വരുന്നുണ്ട്. ഈ മറ്റേ പണിക്ക് പോയിട്ട് അങ്ങനെയൊക്കെയുള്ളവരെ കൂടുതലായിട്ട് പൊതിച്ചോറ് വാങ്ങാം. നമുക്ക് നോക്കാം എന്തായിരിക്കും റെസ്പോൺസ് എന്ന്. എല്ലാവരും തിരക്കാം, നോക്കാം. നീ വിളിച്ച് പറയാം അല്ലേ പൊതിച്ചോറ് അല്ലേ? പൊതിച്ചോറ് വേണമെന്ന് ചോദിക്കാം. വണ്ടി അടുത്തെത്തുമ്പോൾ ചോദിച്ചാൽ അതെ, വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് വരുമ്പോഴേ ചോദിക്കാൻ പൊതിച്ചോറ് വേണം. പക്ഷേ ചിലവർ ബൈക്കാർ ചോദിച്ചിട്ട് കാര്യമില്ല, അവരൊന്നും വാങ്ങുന്ന എനിക്ക് തോന്നുന്നു. എവിടെ വേണം ആൾക്കാരും സഹകരിക്കുന്നില്ല കേട്ടോ. ഒരു സെറ്റെങ്കിലും വാങ്ങി പോകാനല്ലേ. നമുക്ക് നോക്കാം, നമുക്ക് കുറേ നേരം നിൽക്കാം. ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒരു അരമണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ. അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. കേൾക്കൂല. പോയിച്ചോളാം. അടുത്തൊരു വണ്ടി വരുന്നുണ്ട്, നോക്കാം. അടുത്തൊരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കേട്ടാണേ, എന്താ ചില്ലറ കേട്ടാണേ. ആരും തന്നെ മൈൻഡ് ഓൺ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചില്ലറ കേട്ടാണ്, ചില്ലറ കൊടുക്കാനായിട്ട്. അടുത്ത വണ്ടി വരുന്നുണ്ടോ നോക്കാം. ബൈക്കാരന്മാരും വാങ്ങൂല്ലേ? എനിക്ക് ബൈക്ക് മേടിച്ചിട്ട് പോകുന്നത്. പക്ഷെ ഒന്നാമത്തെ കാര്യം അറിയാം, ഇവരെ നല്ല സ്പീഡ് പോകുന്നതുകൊണ്ട് വണ്ടികൾക്ക് മേടിക്കാൻ അത് കുറവാണ്. എന്ത് പൊതി അയാൾക്ക് തിരക്കിട്ട് നോക്കാം കേട്ടോ. ഒരു രക്ഷയില്ലല്ലോ, ഇത് ഒരു പൊതി പോലും പോകാറില്ലല്ലോ. ചോദിച്ചോക്കല്ലേ പൊതിച്ചോ വേണം? വേണ്ട വേണ്ട, വേണ്ടെങ്കിൽ വേണം. ഇനി നമുക്ക് ബോർഡില്ലാത്ത വേണം ആവശ്യം. പക്ഷെ ഒന്നാമത്തെ പൊതിച്ചോറ് കേട്ടോ. നമ്മളൊരു ചലഞ്ചുമായിട്ട് ഇറങ്ങിയതാണ് പൊതിച്ചോറ് ചലഞ്ച്. പക്ഷേ എങ്കിൽ നമുക്ക് നോക്കാം.
കാണുക കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗ്യാസിനകത്തോണ്ട് ഗ്യാസ് കൊടുത്തു പോയതായിരിക്കും അല്ലേ? വേണ്ട പരിപാടി ഞങ്ങൾ വീണ്ടും സ്ഥലം മാറി കേട്ടോ. സ്ഥലം വീണ്ടും മാറി കുറച്ചുകൂടി ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠേട്ടൻ്റെ അടുത്തേക്ക് വന്നു. നോക്കാം, ഇവിടെ നിന്ന് വിളിച്ച് പറയാം. പൊതിച്ചോറ് വേണോ? പൊതിച്ചോറ് വേണോ? പൊതിച്ചോറ് നോക്കട്ടെ. ആൾക്കാരുടെ പ്രതികരണം, അടുത്ത പ്രതികരണത്തിലേക്ക് നമ്മൾ കിടക്കണം. ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല ശരിക്കും പോസിറ്റീവായിട്ട് പറഞ്ഞല്ലേ. ചിലപ്പോൾ ഈ കാറുകാരൊക്കെ ചിലപ്പോൾ വാങ്ങാൻ സാധ്യതയുണ്ട്. പൊതിച്ചോറ് വേണം കേട്ടോ. ഗ്ലാസ്സൊക്കെ മാക്സിമം പൊക്കിയിട്ടായത് കൊണ്ട് കേൾക്കത്തില്ല. ഇയാൾ വാങ്ങാൻ സാധ്യത കൂടുതലായിട്ടാണ്. എക്സ്പ്രസ് പോകുന്നോ ചിലവർ നിർത്തി സംഭവം നോക്കും. നമ്മൾ വന്നവിടെ വണ്ടി നിന്നോ? കണ്ടില്ല. അതിലെ വണ്ടി നിർത്താൻ പറ്റത്തില്ല. അവിടെ ഇതൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. അത് ലോറി വരുന്നു. ലോറിക്കാരൻ ചിലപ്പോൾ നല്ലത് സൈഡാക്കി വേണോ? വേണ്ട നമുക്ക് വരവ് കാണുമ്പോഴറിയാം വേണ്ടവരാണോ വേണ്ടാത്തവരാണോ എന്നുള്ളത്. അതാണ്. ഞാൻ ഹെൽമെറ്റ് പോലും ഇട്ടില്ല. ഒട്ടുക്കത്ത ചൂടാകട്ടാ. നട്ടപ്പൊരി വെയിലത്ത് 3 ലോറി 3 ലോറിക്ക് ഓരോന്നും അല്ല. പിന്നെ വേണ്ടെങ്കിലും നല്ല പൈസ വേണ്ട. ഇല്ലെങ്കിലോ എത്ര ലോറി അടി? പൊതിച്ചോറ് വേണോ ഏട്ടാ? നമ്മളിപ്പോൾ ഏകദേശം വന്നിട്ട് 1.5 മണിക്കൂറായില്ലേ? 1.5 മണിക്കൂറായി. നമ്മളെ കണ്ടിട്ട് തിരിച്ചു പോയി കേട്ടോ. ഇടിച്ച് കാട്ടിലേക്ക് കയറ്റുവാണോ? മാനസികമായിട്ട് തകർന്നു പോയത്. ഇതൊന്നും കാണാൻ എനിക്ക് നല്ല കോമഡിയാണല്ലോ. ഈ ബസ്സുകാരനെ പിടിച്ച് നിർത്തിയാലോ? നോക്കാലോ. എന്താണ് നമ്മളിവിടെ വിറ്റ് തീർക്കും കേട്ടോ. സാധനം വിറ്റിട്ടേ പോകത്തുള്ളൂ. വിൽക്കാൻ നമ്മൾ പോകത്തില്ല, വിറ്റിട്ടേ പോകത്തുള്ളൂ. ഓ, ഞാൻ മടുത്തു. കുറച്ച് ഇരിക്കട്ടെ. എന്തത്? പൊതിച്ചോറ് വേണോ? എന്നോടല്ല, അവരോട് പൊതിച്ചോറ് വേണോ? ആർക്കൊരു മൈൻഡില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എനിക്ക് കണ്ണ് ഇതാകും. പൊതിച്ചോറ് വേണോ? ഒരു ലോറി വരുന്നുണ്ട്. ലോറി വരും. നമുക്ക് പ്രതികരണം എങ്ങനെ നോക്കാലോ. പൊതിച്ചോറ് വേണ്ട. ഓണടിച്ച് കാറ് തിരിച്ചു പോയി. കാറ് തിരിച്ചു പോയി. കാറതാ വീട്ടിലോട്ട് ഇടിച്ച് കയറ്റാൻ വേണ്ടി പോകും.
റിവേഴ്സ് ഒക്കെ വരുന്ന ഇത് ലെവൽ പോയിന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ റോഡിലാട്ടോ, തളിപ്പറമ്പ ശ്രീകണ്ഠാപുരം റോഡ്. വണ്ടികൾ ഈ ഓട്ടോക്കാരൻ്റെ വരവ് കണ്ടിട്ട് വാങ്ങാൻ ചാൻസ് കൂടുതലാണ്. ചോദിച്ചു നോക്കാം. പൊതിച്ചോറ് വേണോ? വേണ്ടാ. ഇയർഫോണും വെച്ചിട്ടാകുമ്പോ പൊതിച്ചോറ് വാങ്ങിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചോറ് തീറ്റിക്കല്ലോ. അങ്ങനെ എന്റെ പൊന്നോ. സുൽത്താൻ പൊതിച്ചോറ് വേണോ? വണ്ടിയുടെ വരെ കേട്ടോ സുൽത്താൻ. ഇതിപ്പോ ഞാൻ തന്നെ തിന്നേണ്ട വരുവോ? പൊതിച്ചോറ് തലച്ചോറെന്നാണോ കേട്ട്? വാങ്ങും. ബുള്ളറ്റുകാരാ വന്ന് മേടിക്ക്. ഫേമസ് ആണെങ്കിൽ മതി. അതെ, ഫേമസ് ആണേ മതി. ഒരു ഓട്ടോക്കാരൻ പോകുന്നുണ്ട്. ഇതല്ല സുൽത്താൻ തന്നെ. പൊതിച്ചോറ് വേണോ? ബൈക്കാരന് വേണോ? പൊതിച്ചോ. എല്ലാവർക്കും ഭയങ്കര തിരക്കാ. എല്ലാവരും തിരക്കിട്ട യാത്രയിലാണുള്ളത്. പൊതിച്ചോറ് വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല ഗുയ്സ്. ഒന്നും കഴിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഹൈവേയുടെ സൈഡിൽ ഒന്നും കഴിക്കാതെ. അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, മറ്റുള്ളവർ വയറ് നിറയ്ക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അവനത് നോക്കുന്ന പോലും ഇല്ല. അവനൊക്കെ വേറെ ഏതോ ലോകത്താണെങ്കിലും. പൊതിച്ചോറ് വേണം. തലച്ചോറെന്ന് വിചാരിച്ചിട്ടാണോ വിളിച്ചത്? വണ്ടിക്കാർ പോയി. ഒരാൾ തിരിഞ്ഞു നോക്കി കേട്ടോ, പക്ഷേങ്കിൽ അയാൾ ഉദ്ദേശ സാധനം അല്ലായിരുന്നു വെച്ചാൽ. ഒരു ലോറി വരുന്നുണ്ട് ഗൈസ്. ഹലോ, നടക്കൂ ഗൈസ്. ലോറിക്കാരൻ പൊതിച്ചോന്നാണോ നമ്മൾ പറയുന്നത്? തിരിഞ്ഞില്ലേ? ഇംഗ്ലീഷ് ചേട്ടാ, പത്തനല്ലേ? അപ്പം മഞ്ചത്തിമാരെ നമ്മുടെ എല്ലാ പൊതികളും തന്നെ തീർന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒറ്റ പൊതി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു പൊതി മാത്രമേ ബാക്കിയുള്ളൂ. കുറേ പേര് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു, എന്നാൽ ചിലരൊന്നും അത്ര ഇതായിട്ട് വലിയ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം തന്നെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനും പറ്റിയില്ല. നമ്മൾ ഇനി ഇതുപോലത്തുള്ള ചലഞ്ചുകൾ നമ്മൾ ചെയ്യും. വരും ദിവസങ്ങളിൽ മറ്റ് ചലഞ്ചുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ റോട്ടിലൊക്കെ കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നമ്മൾ കാണുന്ന വഴി സൈഡിലൊക്കെ നമ്മൾ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരും വീഡിയോകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചലഞ്ചാണ് മറ്റേതായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.